എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധ ഉത്തരാർത്ഥം അധ്യായം 66 ശ്ലോകം 32, 33, 34, 35, 36, 37, 38, 39, 40, 41, 42, 43 12 ശ്ലോകങ്ങള് ഇന്ന് നമുക്ക് നോക്കാം. ആ സുദക്ഷിണൻ ഭഗവാനോട് ദേഷ്യം വന്നിട്ട് അച്ഛനെ വധിച്ചത് കാരണം ഒരു ഭയങ്കരമായിട്ടുള്ള ആഭിചാര കൃത്യാന്ന് പറഞ്ഞിട്ട് ഒരു അഗ്നി അങ്ങോട്ട് ഉണ്ടാക്കുകയാണ് തപസ് ചെയ്തിട്ട്. അത് ദ്വാരകയിലേക്ക് ഭഗവാനെ ദഹിപ്പിക്കാനായിട്ട് അങ്ങനെ ഓടുന്നു. ഭഗവാൻ അതിനെ നശിപ്പിക്കുന്നുള്ളതില് സംശയം തന്നെ ഇല്ലല്ലോ. ഓം നമോ ഭഗവതേ വാസുദേവായ കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 32, 33, 34 3 ശ്ലോകങ്ങളുടെ അർത്ഥം ഒന്നിച്ചാണ്. തതോഗ്നിരുദ്ധിത കുണ്ടാൻ മൂർത്തിമാൻ അതിഭീഷണ തപ്തതാമ്രശിഖാസ്മശ്രു അങ്കാരോൽഗാരിലോചന ദംഷ്ട്രോഗ്രഭൃഗുടീദണ്ഡകഠോരാസ്യ സ്വജിഹ്വയാ ആലിഹൻ സൃക്കിണേ നഗ്നോ വിധുന്വൻ ത്രിശിഖം ജ്വലൻ പദ്ഭ്യാം താലപ്രമാണാഭ്യാം കമ്പയന്നവനീതലം സോഭ്യധാവത് വൃതോ ഭൂതേർ ദ്വാരകാം പ്രദഹൻ ദിശ. അനന്തരം അഗ്നികുണ്ഡത്തിൽ നിന്ന് അതിഭയങ്കരാകൃതിയോടുകൂടിയ ഒരു പുരുഷൻ അങ്ങോട്ട് പുറപ്പെട്ടു. ആ പുരുഷന്റെ തലമുടിയും മുഖരോമങ്ങളും പഴുപ്പിച്ച ചെമ്പ് പോലെ ഇങ്ങനെ ജ്വലിക്കണു. കണ്ണുകളിൽ നിന്നിങ്ങനെ തീപ്പൊരി പറക്കണു. ദംഷ്ട്രകൾ കൊണ്ടും വളച്ചു പിടിച്ചിരിക്കുന്ന പുരികക്കൊടികൾ കൊണ്ടും മുഖം അത്യുഗ്ര ഭയാനകം എന്നൊന്നും പറഞ്ഞാൽ പോരാ. അങ്ങനെ നാവിന്റെ തലപ്പ് കൊണ്ട് ആ ചുണ്ടിന്റെ താഴേക്ക് ഇങ്ങനെ നക്കുക. ഗുഹ്യപ്രദേശത്തെ മറിച്ചിട്ടില്ല. 3 മുനയോടുകൂടി ആ ജ്വലിക്കുന്ന ശൂലം ഇങ്ങനെ കയ്യിൽ പിടിച്ചിങ്ങനെ തിരിക്കുക. പന പോലെ അത്ര ഉയരമുള്ള പാദങ്ങൾ കൊണ്ട് ഭൂമിയെ ഇങ്ങനെ വിറപ്പിക്കുന്നു. ഭൂതഗണങ്ങൾ 4 ഭാഗത്തും ഇങ്ങനെ ചുറ്റും നിൽക്കുന്നുണ്ട്. ഇപ്രകാരമുള്ള ആ അഗ്നിപുരുഷൻ ദിഗ്ഭാഗങ്ങൾ ദഹിപ്പിച്ചുകൊണ്ട് ദ്വാരകയിലെ അങ്ങോട്ട് പ്രവേശിച്ചു. തമാഭിചാരദഹനം ആയാന്തം ദ്വാരകോഗസ വിലോക്യ തത്ര സുസർവേ വനതാകേ മൃഗായഥ. എല്ലാ ദ്വാരകാവാസികളെല്ലാവരും ഇങ്ങനെ കാണുകയാണ്. നേരിട്ട് വരണ ആഭിചാരാഗ്നി. അങ്ങനെയുള്ള ആഭിചാരാഗ്നി പുരുഷനെ കണ്ടിട്ട് കാട് ദഹിക്കുന്നത് കാണുമ്പോ മാനുകൾ എങ്ങനെയാവും ഭയപ്പെടുക, അതുപോലെ അവര് ഭയപ്പെട്ടു. അക്ഷയ് സഭായാം ക്രീഡന്തം ഭഗവന്തം ഭയാതുരാ ത്രാഹി ത്രാഹി ത്രിലോകേശ വഹ്നേ പ്രദഹതപുരം. ഭഗവാൻ അവിടെ ചൂത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാവരും ഓടിച്ചെന്ന് ഭഗവാന്റെ അടുത്ത് ചെന്നങ്ങോട്ട് നിന്നു. പേടിച്ചിട്ട് പറഞ്ഞു, ഹേ ത്രിലോകേശ്വര, അസഹ്യമായ വിധത്തില് സർവവും ദഹിപ്പിക്കുന്ന അഗ്നിയിൽ നിന്ന് ഈ ദ്വാരകാപുരിയെ രക്ഷിക്കണേ രക്ഷിക്കണേ എന്നിങ്ങനെ ഉറക്കം നിലവിളിക്കുകയാണ് അവരെല്ലാവരും. ശ്രുത്വാ തജ്ജന വൈക്ലവ്യം ദൃഷ്ട്വാ സ്വാനാം ച സാധ്വസം ശരണ്യ സംബ്രഹസ്യാഹ മാ ഭൈഷ്ടേത്യവിദാസ്മ്യഹം. ജനങ്ങളിങ്ങനെ ദുഃഖിച്ച് പരിഭ്രമിച്ച് പറയണ കേട്ടപ്പോ ബന്ധുജക്കളുടെ ഒക്കെ ഭയം ഇങ്ങനെ കണ്ടപ്പോ സർവലോകരക്ഷണ സമർത്ഥനായ ഭഗവാൻ മന്ദസ്മിതം ചെയ്തു. ഭഗവാൻ ഏത് സന്ദർഭത്തിലും മന്ദസ്മിതം ചെയ്ത് എത്ര വലിയ ആപത്ത് വരികയാണെങ്കിലും ഭഗവാന്റെ മുഖത്ത് ഒരു മന്ദഹാസം ഉണ്ടാകും. അത് എപ്പോഴും അങ്ങനെ തന്നെയാ അല്ലെ? അങ്ങനെ മന്ദഹസിച്ചുകൊണ്ട് പറഞ്ഞു, ഹേ ഭക്തന്മാരെ, നിങ്ങൾ ആരും ഭയപ്പെടണ്ട നിങ്ങളെ രക്ഷിക്കാൻ ഞാനില്ലേ എന്ന് പറഞ്ഞു. സർവസ്യ അന്തർബഹിസാക്ഷി കൃത്യാം മാഹേശ്വരിം വിഭു വിജ്ഞായ തദ്വിഘാതാർത്ഥം പാർശ്വസ്ഥം ചക്രമാദിശൽ. എല്ലാവരുടെയും ഉള്ളിലും പുറത്തും സാക്ഷിയായിരിക്കുന്ന ഭഗവാൻ ഈ വന്നിരിക്കുന്നത് പരമേശ്വരന്റെ ഭൂതകളങ്ങളിൽ ഒന്നായ കൃത്യയാണ് എന്ന് മനസ്സിലായി ഭഗവാന്. ആ കൃത്യയെ നശിപ്പിക്കാനായിട്ട് തന്റെ സന്നിധാനത്തിലിരിക്കുന്ന സുദർശനം എന്ന ചക്രത്തെ ഒന്ന് വീക്ഷിച്ചു, ഒന്നും കൊണ്ട് നോക്കിയുള്ളൂ ഭഗവാൻ ആ സുദർശനത്തെ. സുദർശനത്തിന് കാര്യം മനസ്സിലായി.
തത്സൂര്യകോടി പ്രതിമം സുദർശനം ജാജ്വല്യമാനം പ്രളയാനലപ്രഭം സ്വതേജസാ ഖം കകുപോധരോദസി ചക്രം മുകുന്ദാസ്ത്രമതാഗ്നിമാർദ്ദയൽ. കോടി സൂര്യൻ ഒന്നിച്ച് ഉദിച്ചതുപോലെ അങ്ങനെ പ്രകാശിക്കുന്നതും എല്ലാറ്റിനെയും ദഹിപ്പിക്കാൻ സമർത്ഥമായിരിക്കുന്നതാകയാൽ പ്രളയാഗ്നി സദൃശമായും തന്റെ പ്രകാശത്താൽ ആകാശത്തെയും ദിഗ്ഭാഗങ്ങളെയും അന്തരീക്ഷത്തെയും ഒന്നായി പ്രകാശിപ്പിക്കുന്നതുമായ ശ്രീകൃഷ്ണ അസ്ത്രമായിരിക്കുന്ന സുദർശനം എന്ന ചക്രം അഗ്നിയുടെ നേരെ അവിടെ ചെന്നു. അഗ്നി വല്ലാതെ കഷ്ടപ്പെട്ടു. അതാ പറയണത്, തിരിഞ്ഞു ഓടേണ്ടി വന്നു അഗ്നിക്ക്. കൃത്യാനല പ്രതിഹത സരഥാംഗപാണേ അസ്ത്രൗജസാ നൃപ സഭഗ്നമുഖോ നിവൃത്ത വാരാണസിം പരിസമേത്യ സുദക്ഷിണം തം സർജിജനം സമലഹൽ സുഹൃതോഭിചാര. ശ്രീകൃഷ്ണന്റെ ആ ചക്രപ്രഭ കൊണ്ട്, ചക്രത്തിന്റെ പ്രഭ കൊണ്ട് വിഷമിച്ചു പോയി ആ കൃത്യ. അങ്ങനെ ആ അഗ്നി പുരുഷൻ മുഖം താഴ്ത്തിയും കൊണ്ട് അവിടെ നിന്നും മടങ്ങി. അതോടുകൂടി കൃത്യയുടെ ആ വീര ഇതുകൾ മുഴുവൻ നശിച്ചു. ഒന്നും ചെയ്യാൻ പറ്റിയില്ല ആ ചക്രത്തിന്റെ മുമ്പില്. തന്നെ ദഹിപ്പിക്കുമെന്ന് മനസ്സിലായി അവിടെ നിന്ന് ഓടി വേഗം കാശിയിലേക്ക്, വാരാണസിയിലേക്ക് തന്നെ മടങ്ങി. ആരാ തന്നെ പറഞ്ഞയച്ചത്? സുദക്ഷിണനും. ആ ഋത്തുക്കുകള് ഇത് യാഗം ചെയ്തു സുദക്ഷിണന്റെ ആജ്ഞപ്രകാരം അല്ലെ. അപ്പൊ വേഗം യാഗശാലയിലേക്ക് അങ്ങോട്ട് ചെന്നു. ആദ്യം ആ ഋത്തുക്കുകളെ പിന്നെ സുദക്ഷിണനെയും അങ്ങോട്ട് ദഹിപ്പിച്ചു. അത് തന്നെ അവര് ശ്രീകൃഷ്ണനെ ദഹിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ അഗ്നി അവരെ തന്നെ അങ്ങോട്ട് ദഹിപ്പിച്ചു. ചക്രം ച വിഷ്ണോസ്തനുപ്രവിഷ്ടം വാരാണസിം സാട്ടസഭാലയാപണാം സഗോപുരാട്ടാലകോഷ്ഠ സങ്കുലാം സകോശഹസ്ത്യശ്വരധാന്നശാലാം ദഗ്ധ്വാ വാരാണസിം സർവം വിഷ്ണോശ്ചക്രം സുദർശനം ഭൂയ പാർശ്വമുപാദിഷ്ടൽ കൃഷ്ണസ്യ ക്ലിഷ്ടകർമ്മണ. പിന്നെതാ മഹാവിഷ്ണുവിന്റെ ആയുധമായ ആ സുദർശന ചക്രം കാശിയിലേക്ക് അങ്ങോട്ട് കടന്നു. ആ പട്ടണത്തിലുള്ള ആ വലിയ വലിയ കൊട്ടാരങ്ങള്, സഭാമണ്ഡപങ്ങള്, അങ്ങാടി വീഥികള്, ഗോപുരങ്ങള്, മാളികകള്, ചന്ദ്രശാലകള്, ആനപ്പന്തികള്, വാജിശാലകള്, അന്നസത്രങ്ങള്, ഇതെല്ലാം പ്രധാനപ്പെട്ട സ്ഥലങ്ങള് മാത്രമല്ല, കാശി പട്ടണത്തെ മുഴുവനും അങ്ങോട്ട് ദഹിപ്പിച്ചു. പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് ഒരു വിഷമം കൂടാതെ സങ്കല്പമാത്രത്താൽ കാര്യങ്ങൾ നടത്തുന്ന ഭഗവാനായ ആ ശ്രീകൃഷ്ണന്റെ സന്നിധാനത്തിൽ വന്ന് ഭഗവാന്റെ അടുത്തേക്ക് തന്നെ അങ്ങോട്ട് വന്ന് ചേർന്നു സുദർശനം. അതാണ് ഈ സ്ഥാനമഹിമ നോക്കാതെ ആഭിചാരം ചെയ്തവർക്കും ചെയ്യിച്ചവനും അവന്റെ സർവ സ്വത്തിനും നാശം വരും. അത് ഉറപ്പാണ്. അത് മനസ്സിലാക്കണം. യേനം ശ്രാവയേൻ മർത്യ തമശ്ലോക വിക്രമം സമാഹിതോ വാ ശൃണുയാൽ സർവപാപൈ പ്രമുച്യതേ. ശ്രവണമാത്രത്താൽ അജ്ഞാനാന്ധകാരത്തെ നശിപ്പിക്കുന്ന കഥയോടുകൂടിയ ഭഗവാന്റെ പരാക്രമത്തെ വിവരിച്ച ഈ കഥ ഏതൊരു മനുഷ്യൻ ശ്രദ്ധയോടെ കേൾക്കുകയോ കേൾപ്പിക്കുകയോ ചെയ്യുന്നുവോ അവൻ സർവപാപങ്ങളിൽ നിന്ന് മുക്തനായിട്ട് ഭവിക്കും എന്നതാ നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ അധ്യായം സമാപിക്കുന്നു. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ പൗണ്ഡ്രകവധോ നാമ ഷഷ്ഠിതമോധ്യായ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഈ 66-ാമത്തെ അധ്യായം ശ്രീകൃഷ്ണ ഭഗവാന്റെ ശ്രീപാദങ്ങളില് സമർപ്പിക്കണം. കായേന വാച മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.